എൻ്റെ പ്രേക്ഷകർക്ക്, എൻ്റെ ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം, സെർമൺ ഓൺ ദ മൗണ്ട്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനും ഇന്ത്യൻ രാഷ്ട്രപിതാവായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും, എന്തിനേറെ സർദാർ വല്ലഭായ് പട്ടേലും ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ ബൈബിൾ വായിക്കുന്നവരായിരുന്നു, ബൈബിൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പലപ്പോഴും അവർ പല പുസ്തകങ്ങളിൽ അവരുടെ പ്രസംഗവേദികളിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അത് സെർമൺ ഓൺ ദ മൗണ്ട്, മലയിലെ പ്രസംഗമാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരുപാട് സെന്റൻസുകളുണ്ട്. ലോക ചരിത്രത്തിലെ ദോഷിക ദാർശനിക ശാസ്ത്രജ്ഞന്മാരും താത്വിക ഭൗതിക ചിന്തകളുടെ രാജാക്കന്മാരായിരുന്ന അഥനഗോറസും പെദഗോറസും സോക്രട്ടീസും പ്ലേറ്റോയും ഡയോജനിസും ഉൾപ്പെടെ സകല പ്രിയപ്പെട്ടവര് അടിയറവ് പറഞ്ഞ് അവരുടെ ആയുധം പാദത്തിൽ വെച്ച് കീഴടങ്ങിയ യേശു ക്രിസ്തുവിന്റെ ഒരു ഫിലോസഫി കിടക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ടില 5-ാം അധ്യായത്തിൽ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ, അവന് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാനോ? ഒരു മനുഷ്യന്റെ കാലേ കൂടെ വണ്ടി കയറി അവന്റെ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ അവനോട് ചെന്നിട്ട് പാസ്റ്റർ പറയാ, വെരി ഗുഡ്, നീ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാനാ എന്ന് പറയാൻ പറ്റുമോ? ലേബർ റൂമിനകത്ത് കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അലറിക്കരയുന്ന പ്രിയപ്പെട്ട അമ്മയോട് ഡോക്ടർ പറയാ, ദുഃഖിക്കുന്നവളെ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? ആ അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. യേശു ക്രിസ്തുവിന്റെ ഫിലോസഫി ഭയങ്കരമാണ്. താത്വിക ചിന്ത. എവിടെ വേദനയുണ്ടോ, എവിടെ കഷ്ടതയുണ്ടോ, എവിടെ ഭാരമുണ്ടോ, എവിടെ നിന്ദയുണ്ടോ, എവിടെ പരിഹാസമുണ്ടോ, എവിടെ അപമാനമുണ്ടോ, അവിടേക്ക് ദൈവത്തിന്റെ ആശ്വാസം കയറി വരും. അവിടെ സാന്ത്വനം കയറി വരും. കരയുന്ന കുഞ്ഞിനാണ് പാലമ്മ കൊടുക്കുന്നത്. കരയുമ്പോഴാണ് നിന്റെ വേദന ലോകമറിയുന്നത്. പോകട്ടെ, കടല് പോലെ ആഴമുള്ള യേശുവിന്റെ വാക്കുകളുടെ അകത്തേക്ക് അതിനകത്തുനിന്ന് ഒരു സ്പൂൺ പോലും കോരാൻ കഴിവില്ലാത്തവനായി ഞാൻ എവിടെ പ്രവേശിക്കുവാൻ? അടിയനും അടിയറോ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം യേശു പറഞ്ഞ മറ്റൊരു വാക്ക്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ ഏതൊന്നുകൊണ്ട് അതിന് രസം വരുത്തും. ചോദ്യം, നിങ്ങളുടെ മുകുരത്തിനകത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അമ്മാനമാടാൻ വേണ്ടി ഞാനത് അങ്ങോട്ട് തരികയാ. പുളി കുറഞ്ഞു പോയാൽ വളംപുളിയുണ്ട്, കുടംപുളിയുണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. മധുരം കുറഞ്ഞു പോയാൽ ശർക്കരയുണ്ട്, പഞ്ചസാരയുണ്ട്, പിന്നെ പോരെങ്കിൽ തേനുണ്ട്. എല്ലാത്തിനും രസം വരുത്താൻ പലതുമുണ്ട്. എരിവ് കുറഞ്ഞു പോയാൽ മുളകുണ്ട്, കാന്താരിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുരുമുളകുണ്ട്, എന്തെല്ലാം ഉണ്ട്. പക്ഷെ ചോദ്യം, സ്പൈസസ്, രസങ്ങൾ, രുചികൾ, അതിനകത്ത് എല്ലാത്തിനും രസം വരുത്തുവാൻ പലതുമുണ്ട്. പക്ഷെ ഉപ്പിന് രസം വരുത്താൻ, ഉപ്പിന് പകരം മറ്റൊന്നില്ല. ഉപ്പിന് പകരം ഉപ്പ് മാത്രം. എന്നിട്ട് യേശു പറയാ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ആയിരക്കണക്കിന് പ്രസംഗം ഇഷ്ടമുള്ളവർ, നല്ല ചിന്തകൾ ഇഷ്ടമുള്ളവർ, യുക്തിപരമായ ചിന്തകളെ താലോലിക്കുന്നവർ, ആമേൻ, അങ്ങനെയുള്ളവർക്കെല്ലാം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആശയത്തിന്റെ ആഴങ്ങളൊന്ന് കണ്ടുപിടിക്കുക. നിങ്ങളാണ് ഉപ്പ്, നിങ്ങൾക്ക് പകരം വേറൊരാളില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ മറ്റൊരാളില്ല. ബിക്കോസ് നിങ്ങളാണ് ഉപ്പ്. ഉപ്പിന് രസം വരുത്താൻ വേറൊരാളില്ല. ഉപ്പിന് പകരം വേറൊന്നില്ല. ഇവിടെ എവിടെയാണ് രസം നഷ്ടപ്പെടുന്നത്? യെശയ്യാപ്രവചനം 51-ാം അധ്യായം വായിച്ചു നോക്കണം. നിങ്ങൾ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കരുത്. നിന്ദിക്കുന്നവർ, ദൂഷിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, അപമാനിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. പ്രോവബ്സ് സദൃശം 4:16, അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ ഉറക്കം വരികയില്ല. ഇതൊക്കെ എങ്ങനെ ഉപ്പാകുന്നത്? ലോകത്തിലുള്ളവർ മുഴുവൻ ഉപ്പാന്ന് പറയുമ്പോൾ ഒരു രസവും ഇല്ലാത്തവർ, ഉള്ള രസം മുഴുവൻ കളഞ്ഞ് നീരസം ഉണ്ടാക്കുന്നവർ, രസം പോകുന്നിടത്താണ് നീരസം വരുന്നത്. അസ്വാരസ്യങ്ങൾ, ഇല്ലാ കഥകൾ ഉണ്ടാക്കി വിധിക്കുന്നവർ, അപവാദത്തിന്റെ കഥകൾ ഉണ്ടാക്കി
അത് യൂട്യൂബിനകത്ത്, ഫേസ്ബുക്കിനകത്ത് ഇട്ട് രസിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. പ്രോവർബ്സ് 17:13. തിന്മ ചെയ്യുന്നവൻ വീട്ടിൽ ഒരിക്കലും അവന്റെ വീട്ടിലെ തിന്മ മാറുകയില്ല. ഇതൊന്നും അറിയാതെ ആരെയും എന്തും പറയാം, ആരോടും എന്തും പറയാം, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവർ. മത്തായി 12:36. നീ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സങ്കീർത്തനങ്ങൾ 50:22. നീ ഇത് ചെയ്തിട്ട് ദൈവം മിണ്ടാതിരുന്നപ്പോൾ ദൈവം നിന്നെ പോലുള്ളവൻ എന്ന് വിചാരിച്ചോ? നിന്റെ കണ്ണിന് മുമ്പിൽ അത് മുഴുവൻ നിരത്തി വെക്കും. നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് നീ ഒരു വ്യസനമാകരുത്. നിന്നെ വളർത്തി വലുതാക്കിയ അപ്പന് നീ ഒരു വ്യസനമാകരുത്, ഒരു ദുഃഖ കാരണമാകരുത്. നിന്നെ പ്രതീക്ഷിക്കുന്ന നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ വീട്ടിൽ നിന്ന് നീ റോഡിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ഇരുവശത്ത് നിന്ന് നിന്നെ കാണുന്ന നിന്റെ സമൂഹവാസികൾക്ക് നീ ഒരു അരാജകത്വമാകരുത്. അവരറിയാതെങ്കിലും മനസ്സിനകത്ത് പറയരുത്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയാൻ ഇടയാകരുത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളൊരു പാഴ് ജന്മമല്ല. നിങ്ങളുടെ ജന്മം ഒരു പാഴല്ല എന്ന് തിരിച്ചറിയട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ ആരായിരുന്നാലും അവൻ എന്താകണമെന്നും അവൻ എന്തു പേർ വിളിക്കണമെന്നും ദൈവം മുന്നമേ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ വേദപുസ്തകത്തിൽ പറയുന്ന പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം വിശ്വസിക്കുന്നതാണ്. ഞാൻ ആരാകണം, എന്റെ പേര് ഏബ്രഹാം എന്ന് തന്നെ ആയിരിക്കണമെന്ന് എന്റെ അപ്പനും അമ്മയും നിശ്ചയിക്കുന്നതിന് മുമ്പ്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന് 5-6. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ കണ്ടുവെന്ന് ബൈബിളുണ്ട്. ഞാനിത് വിശ്വസിക്കുന്നു. 139-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. നീ ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണു നിന്നെ കണ്ടു. എന്താ അർത്ഥം? When you were formless and shapeless. നീ അമ്മയുടെ ഉദരത്തിനകത്തൊരു മാംസപിണ്ഡമായിരുന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണു നിന്നെ കണ്ടു. ഒന്നുമില്ലാത്ത നാളുകളിൽ നീ കറുത്തതാണോ വെളുത്തതാണോ, നിന്റെ തൊലിയുടെ നിറമെന്താ, നിനക്ക് നീളമുണ്ടോ നീളം ഇല്ലയോ, പണമുണ്ടോ പണമില്ലയോ, വിദ്യാഭ്യാസമുണ്ടോ, നിന്റെ മൂക്കെങ്ങനാ, കണ്ണെങ്ങനാ, മുടി എങ്ങനാ, ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ നീ ഒരു മാംസ കഷണമായി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയിരിക്കുമ്പോൾ ദൈവം നിന്നെ കണ്ടു, നിന്നെ കുറിച്ച് എഴുതി വെച്ചു, നീ ആരാകണമെന്ന് തീരുമാനിച്ചു. ആ ദൈവമാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ നിന്നോട് പറയുന്നത്, നീ ലോകത്തിന്റെ ഉപ്പാണ്. ഇന്ന് വരെ, ഇപ്പോൾ ഇത് കേൾക്കുന്നത് വരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നുവരെ നിങ്ങൾ മറ്റൊരാൾക്ക് ആയിട്ടില്ലെങ്കിൽ, മറ്റൊരാൾക്ക് സന്തോഷം പകർന്നിട്ടില്ലെങ്കിൽ, ഉപ്പ് എല്ലാ വീടിലും വേണം, ഉപ്പ് എല്ലാ വിഭവത്തിലും വേണം, ഉപ്പ് എല്ലാവർക്കും വേണം. അത് പണ്ഡിതനും വേണം, പാമരനും വേണം. ദാറ്റ് മീൻസ് നീ എല്ലാവർക്കും പ്രയോജനപ്പെടണം, നീ എല്ലാവരുടെയും സഹായിയാകണം, നീ എല്ലാത്തിലും ഒരു ഉപകാരമായി മാറണം. ഉപ്പാരോടും ചെന്നിട്ട് എന്നെ വേണോ എന്ന് ഉപ്പ് ചോദിച്ചിട്ടില്ല. പക്ഷെ ആവശ്യമുള്ളവർ ഉപ്പിന്റെ അടുത്ത് വരും. കുറിച്ചിട്ടോ? ഉപ്പ് ഇതുവരെ ആരോടും ചെന്നിട്ട് ഞാൻ ഉപ്പാണ്, എന്നെ നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഉപ്പാവശ്യമുള്ളവൻ BMW, ഓഡിയോ, മെഴ്സിഡസ് ബെൻസോ, പജീറയോ, ലാൻഡ് ക്രൂയിസറോ, ഏത് വണ്ടിയിലാണെങ്കിലും ഉപ്പുള്ളിടത്ത് അവൻ വരും. അവൻ വന്നിരിക്കും. നീ ഉപ്പ. കൃപയുള്ള ദേവദാസനെ, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ഗ്രാമത്തിൽ ഏതെങ്കിലും മലയുടെ മുകളിലായിക്കോട്ടെ, നിങ്ങളുടെ ചർച്ചിലോട്ട് വണ്ടി വരുത്തില്ല, കാർ വരുന്ന റോഡ് നിങ്ങളുടെ ചർച്ചിനില്ല. ഒരു ഉൾഗ്രാമത്തിലാ, അവിടെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ ഉപ്പുണ്ടോ, ഉപ്പാവശ്യമുള്ളവൻ അവിടെ വരും. നിന്റെ സഭയ്ക്കകത്ത് കൃപയുണ്ടോ, നിന്റെ സഭയ്ക്കകത്ത് അഭിഷേകമുണ്ടോ, നിന്റെ സഭയ്ക്കകത്ത് അത്ഭുതമുണ്ടോ, ആവശ്യമുള്ളവൻ അവിടെ വരും. ഉപ്പ് അങ്ങോട്ട് പോകത്തില്ല,
ഉപ്പ് ആവശ്യമുള്ളവൻ ഇങ്ങോട്ട് വരും. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. നിങ്ങൾ പ്രവാചകനാണോ? നിങ്ങൾ പാട്ടുകാരനാണോ? നിങ്ങൾ നല്ലൊരു സഭയുടെ ഇടയനാണോ? നിങ്ങൾ നല്ലൊരു സുവിശേഷ പ്രസംഗനാണോ? അതിനകത്തുണ്ട് ഉപ്പ്. അതിനകത്തുപ്പുണ്ട്. ആ ശുശ്രൂഷയ്ക്കകത്താണ് ഉപ്പ്. അത് ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉപ്പല്ലാത്തതൊന്നും നിന്നിൽ നിന്ന് പുറത്തു വരരുത്. ചതി, വഞ്ചന, അപകടപ്പെടുത്തൽ, നിന്ദകൾ, പരിഹാസങ്ങൾ, അപവാദങ്ങൾ, അപമാനങ്ങൾ, ദുർചിന്തകൾ, അശ്ലീലങ്ങൾ ഒന്നും ഒരു ദൈവത്തിന്റെ വകയായിരിക്കുന്ന ഉപ്പിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പാടില്ല. ഉപ്പ് 1000 കിലോ വലിപ്പമുള്ള കട്ടിയാണെങ്കിലും അത് ഉപ്പ. അതിനെ 1000 പീസായിട്ട് മുറിച്ചാലും മുറിച്ച പീസിനും ഉപ്പ. അതൊരു മെഷീനകത്തൂടെ പൊടിഞ്ഞ് വെറും നൈസായ പൊടിയായാലും ആ പൊടിഞ്ഞ ഓരോ തരിക്കും ഉപ്പ. വലുതാകുമ്പോഴും ചെറുതാകുമ്പോഴും ടേസ്റ്റ് മാറാത്ത ഒന്നേ ലോകത്തിലുള്ളൂ, അത് ഉപ്പ. നിങ്ങൾ ലോകത്തിന് ഉപ്പ. നിങ്ങൾ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഉപ്പായിരിക്കണം. അല്ല, നിങ്ങളൊരു ചെറിയ സഭയുടെ പാസ്റ്ററായിരിക്കും, എന്നാലും ഉപ്പായിരിക്കണം. നിങ്ങൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ എല്ലാ ആഴ്ചയിലും പോകുന്ന ആളായിരിക്കും. ബഹുമാനപ്പെട്ട ഉപ്പേ, നിങ്ങളൊരു അമേരിക്കൻ ഉപ്പ്, നിങ്ങളൊരു ഓസ്ട്രേലിയൻ ഉപ്പാണ്. പക്ഷെ ഒരിക്കൽ പോലും വിദേശ രാജ്യത്ത് പോയിട്ടില്ലാത്ത, ഒരു വിമാനത്തിലും കയറിയിട്ടില്ലാത്ത, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിലെ ഒരു മലയുടെ മുകളിലെ ഒരു കൊച്ചി സഭയിലെ പാസ്റ്ററല്ലേ നിങ്ങൾ? ഒരു ചെറിയ പൊടിയായ ഉപ്പ. ഓസ്ട്രേലിയ പോയ വലിയ കഷ്ണവും ഈ ചെറിയ കഷ്ണവും രണ്ടിനും ഒരേ ടേസ്റ്റാണ്, രണ്ടും ഉപ്പ. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പായിരിക്കട്ടെ. മരണം വരെ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന ഉപ്പായിരിക്കട്ടെ. God bless you. God bless you. God bless you.